ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചെറിയൊരു ഡിഷ് എന്താണെന്നറിയോ? ചേമ്പിൻ്റെ താള് വെച്ചിട്ട് നമുക്കിന്നൊരു തോരനുണ്ടാക്കാം. സവാള എടുത്തിട്ട് നന്നായിട്ട് വെളുത്തുള്ളി സവാളയും കൂടി കടുക് പൊട്ടിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയല്ല ചേർത്തത്, നമുക്ക് തേങ്ങയുടെ ബട്ടർ അത് വെച്ചിട്ടാണ് ഇത് റെഡിയാക്കണേ. വെളിച്ചെണ്ണ കിട്ടിയില്ല, അതുകൊണ്ട് ചേമ്പിൻ്റെ താള് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ഇത്തിരി വിനാഗിരി ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ചൊറിച്ചിൽ കൈക്ക് നന്നായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാനൊരു കുഞ്ഞ് പച്ചമുളക്, കാന്താരി മുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് അമ്മാമ്മയ്ക്കും കൂടി കഴിക്കാൻ, അമ്മാമ്മയ്ക്കും മോൻ വന്നിട്ടുണ്ട് അമ്മാമ്മയുടെ, അപ്പം അമ്മാമ്മയുടെ മോനും കൂടി കഴിക്കാനുള്ളത് കൊണ്ട് സ്പൈസ് ഭയങ്കര കുറച്ചാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കോക്കനട്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഡെസിഗ്നേറ്റ് കോക്കനട്ടാണ് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് ഞാനതൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സവാള വഴറ്റിയപ്പോൾ ഞാൻ ഇതിൽ ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് ഇനി ഉപ്പ് ഇതിലേക്ക് ചേർക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഇപ്പം ഞാനൊരു പിഞ്ച് ഓളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇനി നമുക്കിത് അരിഞ്ഞു വെച്ചേക്കുന്നത് ചേമ്പിൻ്റെ താള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഞാനിത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അല്പം വെള്ളം ഇതിലൊന്ന് തളിച്ചു കൊടുക്കണം. ഓൾറെഡി വെള്ളം ഉണ്ടാകും, അല്പം ഞാൻ തളിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം തളിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് കുറഞ്ഞ തീയിൽ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചേമ്പിൻ്റെ താള് ഞാൻ തോരൻ വെച്ചത് റെഡിയായിട്ടുണ്ട്. അറിയില്ല ഇത് കാട്ടുചേമ്പായതുകൊണ്ട് ചൊറിയൊന്നും. ഇതിനു മുമ്പ് ഞാൻ റെഡിയാക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നമുക്ക് നോക്കാം.